ASEAN അടുത്തതായിട്ട് പഠിക്കേണ്ടത് ASEAN ആണ്. ASEAൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ IGO, Intergovernmental Organization. It is found in 1967. It was established in 1967. Its member 1967 അതിൻ്റെ മെമ്പർ കൺട്രീസ് എന്ന് പറയുമ്പോൾ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ്. They founded the ASEAN in 1967 to promote political, economic, social cooperation and regional stability. പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ കോപ്പറേഷനും റീജിയണൽ സ്റ്റെബിലിറ്റിക്കും വേണ്ടി 1967 ASEAN ഫോം ചെയ്യുന്നത്. ബ്രൂണൈ 1984 ഫോം ചെയ്യുന്നു. അതിൻ്റെ ASEAൻ്റെ ഭാഗമാവുന്നു. വിയറ്റ്നാം 1995, ലാവോസ്, മ്യാൻമാർ ഇൻ 1997, കംബോഡിയ ഇൻ 1999. ഇനി ASEAൻ്റെ എയിംസ് ആൻഡ് പർപ്പസസ് പറയുമ്പോൾ നമ്മൾ സാർക്കിൻ്റെ എയിംസ് ആൻഡ് പർപ്പസ് പഠിച്ചതുപോലെ സംവാട്ട് സിമിലർ ആണ്. ടു ആക്സലറേറ്റ് എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ റീജിയൻ. എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യണം, സോഷ്യൽ പ്രോഗ്രസ് ഉണ്ടാക്കണം, കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണം. മറ്റൊന്ന് ടു പ്രൊമോട്ട് റീജിയണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി, അതായത് ആ റീജിയണൽ സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ടു പ്രൊമോട്ട് റീജിയണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ത്രൂ അബൈഡിങ് റെസ്പെക്ട് ഫോർ ജസ്റ്റിസ് ആൻഡ് ദ റൂൾ ഓഫ് ലോ. നിയമാനുസൃതമായിട്ടായിരിക്കണം ഇത്തരത്തിൽ സമാധാനം സ്ഥാപിക്കേണ്ടത്. ടു പ്രൊമോട്ട് ആക്റ്റീവ് കൊളാബറേഷൻ ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് ഓൺ മാറ്റേഴ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ഇൻ economic, social, cultural, technical, scientific and administrative field. മ്യൂച്വൽ അസിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഏതൊക്കെ ഏരിയയിൽ? എക്കണോമിക് മാറ്റേഴ്സിൽ, സോഷ്യൽ മാറ്റേഴ്സിൽ, കൾച്ചറൽ മാറ്റേഴ്സിൽ, ടെക്നിക്കൽ ഫീൽഡിലും സയൻറ്റിഫിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ, ഇത്രയും ഫീൽഡിൽ എന്ത് ചെയ്യണം? പരസ്പരം സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കണം. സാമ്പത്തിക ഇതിൽ, സാമൂഹ്യ മേൽ, കൾച്ചറൽ, സാംസ്കാരികപരമായതിൽ, ടെക്നിക്കൽ, സാങ്കേതിക വിദ്യയിൽ, സയൻറ്റിഫിക്, ശാസ്ത്രപരമായിട്ടും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും, ഭരണപരമായ മേഖലകളിൽ. ഇത്രയും മേഖലകൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. പരസ്പരം സഹവർത്തിത്വത്തോടെയും പ്രവർത്തിക്കാൻ സാധിക്കണം. അടുത്തത് ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫെസിലിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ്സ്. ടെക്നിക്കൽ, പ്രൊഫഷണൽ, എഡ്യൂക്കേഷണൽ മേഖലയിലും പരസ്പരം സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കണം. ട്രെയിനിങ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ടു കൊളാബറേറ്റ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ്, transportation and communication facilities and also the rising of living standard of people. സാർക്കിൽ ഇല്ലാത്ത ഒന്നാണ് അഗ്രികൾച്ചറൽ ഏരിയയിൽ കൊളാബറേഷൻ ഉണ്ടാകണം, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൽ വേണം, പിന്നെന്താ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വേണം, ലിവിങ് സ്റ്റാൻഡേർഡ് ജനങ്ങളുടെ ജീവിത നിലവാരം കൂട്ടാനും. അതായത് ഓരോ റീജിയണൽ ഓർഗനൈസേഷനും അവരുടേതായ ക്യാരക്ടറും ഉണ്ട്, ഏരിയയുടെ പ്രത്യേകതയുണ്ട്, അതനുസരിച്ചാണ് അവരുടെ എയിംസും പർപ്പസസും വരുന്നത്. മറ്റൊരു എയിംസ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്. അവരുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. ടു മെയിൻറ്റെയിൻ ക്ലോസ് ആൻഡ് ബെനഫിഷ്യൽ കോപ്പറേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ ഓർഗനൈസേഷൻ വിത്ത് സിമിലർ എയിംസ് ആൻഡ് പർപ്പസസ്. ടു മെയിൻറ്റെയിൻ ക്ലോസ് ആൻഡ് ബെനഫിഷ്യൽ കോപ്പറേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ ഓർഗനൈസേഷൻ. ഇതുപോലെ ASEAN പോലെയുള്ള റീജിയണൽ ഓർഗനൈസേഷനെയും മറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ടും നല്ല സഹവർത്തിത്വത്തോടെയും നല്ല അടുപ്പത്തോടെയും പ്രവർത്തിക്കാൻ സാധിക്കണം. ഇത്രയുമാണ് ASEAൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നേരെ ASEAൻ്റെ അച്ചീവ്മെൻറ്റ്സിലേക്കാണ് പോകുന്നത്. ASEAN എന്ന് പറയുമ്പോൾ ഒരു പല സൈസുള്ള ഏരിയ ഉള്ള കൺട്രീസ് ഉണ്ട്, പല കൾച്ചറാണ്, ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്, ട്രഡീഷൻ ഡിഫറെൻ്റ് ആണ്. അത്തരത്തിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റീജിയണൽ ഓർഗനൈസേഷനാണ് ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഇറ്റ് കവേഴ്സ് എ ലാൻഡ് ഏരിയ ഓഫ് 4.46 million kilometers, ലെസ് ദാൻ ഹാഫ് ദ സൈസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പകുതിയേ ഉള്ളൂ ASEAN മൊത്തത്തിൽ. പലതരത്തിൽ ഒരു കാലിഡോസ്കോപ്പിൽ കൂടി നോക്കിയാൽ നമ്മൾ പല പിക്ചേഴ്സ് കാണുന്നത് പോലെയാണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജാണ്, റിലീജിയനാണ്, ട്രഡീഷനാണ് ASEAN ഉള്ളത്. പൊളിറ്റിക്കൽ സിസ്റ്റവും ഡിഫറെൻ്റ് ആണ്. ചിലയിടത്ത് മൊണാർക്കിയാണ്, ചിലയിടത്ത് മിലിറ്ററി റൂളാണ്, ചിലയിടത്ത് ഡെമോക്രസിയാണ്. കൾച്ചറും വളരെയധികം ഡിഫറെൻ്റ് ആണ്.
അതുകൊണ്ട് തന്നെ അവർ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ. ASEAN embraced a policy of non-intervention. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കുക, അതാണ് നോൺ ഇൻ്റർവെൻഷൻ. ASEAN മെമ്പേഴ്സിൻ്റെ പ്രശ്നങ്ങൾ തമ്മിൽ അവർ വലിയ തോതിൽ ASEAൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ അവർ ഇടപെടാറില്ല, ഓരോ രാജ്യങ്ങളുടെയും. അതിനെ നമ്മൾ പറയുന്നത് ക്വയറ്റ് ഡിപ്ലോമസി എന്നാണ്. അവർ അവരുടെ എക്കണോമിക് മാറ്റേഴ്സിലും എല്ലാ രാജ്യങ്ങളുടെ എക്കണോമിക് മാറ്റേഴ്സ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവർ ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന കാര്യങ്ങളിലേ ഇടപെടാറുള്ളൂ, അല്ലാത്ത ഒരു കാര്യത്തിലും അവർ ഇടപെടാറില്ല. അതാണ് ASEAN embraced a policy of non intervention. Also, ASEAN nations will try to manage any conflict between nations through quiet diplomacy. ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിരിക്കും അവർ അവരുടെ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അവർ തീർക്കാറ് ഉള്ളത്. രണ്ടാമത്തെ അവരുടെ അച്ചീവ്മെൻറ്റ് പ്രോസ്പെരിറ്റി ആൻഡ് പോവേർട്ടി റിഡക്ഷൻ. പോവർട്ടി കുറയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഫ്രം 2001 to 2013 alone, ASEAN's combined GDP rose threefold, reaching $2.4 trillion. 2001 നിന്നും 2013 വരുമ്പോൾ 3 ഇരട്ടി വർധനവാണ് ASEAൻ്റെ കമ്പൈൻഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ഉള്ളത്. ASEAനെ മൊത്തത്തിൽ നമ്മളൊരു രാജ്യമായി കണക്കാക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രോത്ത് റേറ്റ് ഈസ് വെരി ഹയർ ദാൻ ദാറ്റ് ഓഫ് ചൈന. Between 2004 and 2011, ASEAN's member states trade volumes with the rest of the world were also doubled. അവരുടെ ട്രേഡും അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റും എല്ലാം ഡബിളിലും ട്രിപ്പിൾ റേറ്റിലുമാണ് ഉള്ളത് 2000-ന് ശേഷം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോസ്പെരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, പോവേർട്ടി റെഡ്യൂസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ആനുവൽ platform. ASEAN has played an important role in reducing geopolitical tension and rivalries by providing an annual platform for all the great powers to meet and resolve outstanding issues. ASEAN ആനുവൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് ASEAN നേഷൻസിനെ മാത്രമല്ല ASEAൻ്റെ കൂടെ കിടക്കുന്ന എല്ലാ നേഷൻസിനെയും വിളിക്കാറുണ്ട്. അവരുടെ നെയ്ബറിങ് കൺട്രീസിനെ, അവരെ കൂടെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ, നെയ്ബറിങ് കൺട്രീസിനെ എല്ലാം വിളിക്കാറുണ്ട്. 2010 അത്തരത്തിൽ ആനുവൽ പ്ലാറ്റ്ഫോം നടത്തിയപ്പോൾ അവ ചൈനയും ജപ്പാനെയും ഒക്കെ വിളിച്ചിരുന്നു. ഈസ്റ്റ് ചൈന സീയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ASEAN അന്ന് അങ്ങനെ ചെയ്തത്. അങ്ങനെ അവർ ആനുവൽ പ്ലാറ്റ്ഫോം വഴി എന്താണ്, ദേ ട്രൈ ടു സോൾവ് വിത്ത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആൻഡ് റൈവൽറീസ് among neighboring countries. Through an annual platform, the ASEAN nations try to reduce geopolitical tension and rivalries among neighboring countries. Example, 2010, a conflict between China and Japan over East China Sea. ASEAN nations hold a meeting. മറ്റൊരു പ്രത്യേകത ASEAൻ്റെ, they have ASEAN Regional Forum. It plays host to 27 different countries to discuss security issues in the region. ASEAN Regional Forum ഇതുപോലെ എല്ലാ വർഷവും അല്ലെങ്കിൽ ASEAN മീറ്റിംഗ് കൂടുമ്പോഴെല്ലാം തന്നെ ഇതിനോട് പാരലായിട്ട് ASEAN റീജിയണൽ ഫോറം കൂടും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അതിൽ വിളിക്കാറുണ്ട്. അതിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്, ജപ്പാൻ, റഷ്യ, സൗത്ത് ആൻഡ് നോർത്ത് കൊറിയ. ഇതെല്ലാം അവരുടെ ക്വയറ്റ് ഡിപ്ലോമസിയുടെ പാർട്ടായിട്ട് അവർ ചെയ്യുന്നതാണ്. സോ ആനുവൽ പ്ലാറ്റ്ഫോം, ത്രൂ ദ provision of annual platform, they try to reduce the geopolitical tensions and rivalries among neighboring countries. Next is benefit from geopolitical competition. Geopolitical competition, അവരുടെ ആ ഏരിയയിലുള്ള കോമ്പറ്റീഷൻ കൊണ്ട് അവർക്ക് ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. In 2000, China conclude a free trade agreement with ASEAN nations. അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. അതായത് ചൈന 2000 ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്താണ്, വളരെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഒരു രാജ്യവുമായിട്ട് കരാറുണ്ടാക്കിയാൽ ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും ഒക്കെ വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഒരു എഗ്രിമെൻറ്റ് 2000-ലാണ് ചൈന ചെയ്യുന്നത്, FTA, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. ദെൻ സഡൻലി ജപ്പാൻ ഓൾസോ കെയിം ആൻഡ് സൈൻഡ് എ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് ASEAN. ചൈന 2000 പെട്ടെന്ന് വന്ന് ചെയ്തപ്പോൾ ജപ്പാനും ഓടി വന്ന് ചെയ്തു. Japan also rushed to the scene and concluded an FTA with ASEAN.
ചൈനയും ജപ്പാനും ചെയ്തപ്പോൾ പിന്നെ റൈവൽറീസ് ആയിട്ടുള്ള ഇന്ത്യ, കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഓൾ ക്വിക്ക്ലി ഫോളോഡ് ദ സ്യൂട്ട്. അവരെല്ലാം വന്ന് വളരെ പെട്ടെന്ന് ASEAN നേഷൻസുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യുക ഉണ്ടായി. ആ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സിൻ്റെ റിസൾട്ടായിട്ട് ASEAN ട്രേഡ് വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഗ്രൂ ടു $2 trillion in 2010. ഒരു 6-fold ഇൻക്രീസ് ആണ് ഉണ്ടായത്. ആ FTA അത്രയും FTAs സൈൻ ചെയ്തത് കൊണ്ട് 2010-ൽ $2 trillion ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ ട്രേഡ് ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. അത് 6-fold ഇൻക്രീസ് ആണ് 1990-ക്ക് ശേഷം അവർ കമ്പയർ ചെയ്യുമ്പോൾ. അതെല്ലാം അവർക്ക് ഹെൽപ്ഫുള്ളായത് എന്താണ്? ആ ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷനാണ്. ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇൻ എ പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ ദർ ആർ സെവറൽ കൺട്രീസ് ദേ ട്രൈ ടു കോമ്പീറ്റ് ഈച്ച് അതർ. Some nations will get benefit from this geopolitical competition. ഈ ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻസിൽ ബെനഫിറ്റ് കിട്ടുന്നത് പലപ്പോഴും സ്മോൾ നേഷൻസിനാണ്. അത്തരത്തിൽ ഒരു ബെനഫിറ്റ് ASEAN നേഷൻസിനും ഉണ്ട്. അതാണ് ബെനഫിറ്റ് ഫ്രം ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ. അത്രയുമാണ് ASEAൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രോസ്പെരിറ്റി ആൻഡ് പോവർട്ടി റിഡക്ഷൻ, പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ, പ്രോസ്പെരിറ്റി ആൻഡ് പോവർട്ടി റിഡക്ഷൻ, ആനുവൽ പ്ലാറ്റ്ഫോം, ബെനഫിറ്റ് ഫ്രം ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ. അടുത്തത് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് അതേ തന്നെയാണ്. ജിയോ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഉള്ളിടത്തോളം ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ആണ് ഇവരുടെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് rising competition in East Asia, especially between USA and China, pose a threat to the stability throughout Asia. ഏഷ്യയിൽ എല്ലായിടത്തും ഉള്ള ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നം എന്താണ്? റൈവൽറി ബിറ്റ്വീൻ USA ആൻഡ് ചൈന. ആൻഡ് റൈസിങ് കോമ്പറ്റീഷൻ വന്നപ്പോൾ എന്ത് പറ്റി? ചൈന എല്ലായിടത്തും ചെയ്യുന്നത് പോലെ തന്നെ ASEAN നേഷൻസിൻ്റെ കുറച്ച് നേഷൻസിനെ അവരുടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. കുറച്ച് പേരോട് വിരോധവുമാണ്. അങ്ങനെ വന്നപ്പോൾ ഇൻ 2012 they held a meeting in Phnom Penh. ASEAൻ്റെ ഒരു മീറ്റിംഗ് 2012 നോം പെന്നിൽ നടന്നപ്പോൾ അവിടെ എന്ത് പറ്റി? they cannot forward a joint declaration. ഒരു ജോയിൻറ്റ് ഡിക്ലറേഷൻ പോലും കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അന്ന് ASEAN നേഷൻസിന് പറ്റിയില്ല. ബിക്കോസ് ഓഫ് ദിസ് ജിയോ പൊളിറ്റിക്കൽ റൈവൽറീസ്. ജിയോ പൊളിറ്റിക്കൽ പല നേഷൻസുകൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല സ്മോൾ നേഷൻസും കുറച്ച് പേർ ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് പേർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും, കുറച്ച് പേർ USA സപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രോബ്ലംസ് എല്ലാം കാരണം എന്ത് പറ്റി? ദേ ഈവൻ കനോട്ട് ഡിക്ലെയർ എ ജോയിൻറ്റ് ഡിസിഷൻ. ഒരു ജോയിൻറ്റ് ഡിസിഷൻ പോലും ഡിക്ലെയർ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് ഹാപ്പൻഡ് ഇൻ 2012. ദിസ് ഇസ് ഡ്യൂ ടു ദ unwillingness of the Cambodia to allow mention of several member states maritime disputes with China. ചൈനയുമായിട്ട് പല ASEAN നേഷൻസിനും മാരിടൈം ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ കടലുമായിട്ട് റിലേറ്റ് ചെയ്ത് കടലിൻ്റെ അതിർത്തി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. മാരിടൈം ഡിസ്പ്യൂട്ട്സ് എന്ത് ചെയ്തില്ല? കംബോഡിയ റെക്കഗ്നൈസ് ചെയ്തില്ല. അങ്ങനെയാണ് നോം പെൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ് ഒരു ഡിക്ലറേഷൻ അത്തവണ ASEAN നേഷൻസിന് എടുക്കാൻ പറ്റിയില്ല. അവരുടെ ഒരു ഫെയിലിയറായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ജിയോ പൊളിറ്റിക്കൽ റിസ്കിൽ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ സൈറ്റ് ചെയ്തേക്കുന്നത്. ഇത് 2012-ലാണ്. 2020-ക്കകത്ത് വേറെയും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുന്നതാണ്. 12-ൽ നോം പെന്നിൽ നടന്ന മീറ്റിങ്ങിൽ ഉണ്ടായ സംഭവമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഈസ് കോമ്പറ്റീഷൻ ഫോർ FTA. The second risk facing ASEAN is that it could fall behind in the competition for foreign direct investment among Asia's emerging market. FDIയിൽ ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ASEAN മറ്റ് രാജ്യങ്ങളെപ്പോലെ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. In 1970s and 80s, when China was just opening its economy and India remained closed, ASEAN had little difficulty in outspacing or attracting FDI. 1970s തൊട്ട് 1980s വരെ ASEAN വിദേശ നിക്ഷേപം, അതാണ് FDI, വിദേശ നിക്ഷേപം ആകർഷിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതിന് എക്സാമ്പിൾ 1980-ൽ ASEAൻ്റെ FDI എന്ന് പറയുന്നത് 3% ഓഫ് ദ ടോട്ടൽ വേൾഡാണ്. ചൈനയുടേത് 0.2%, ഇന്ത്യയുടേത് 0.1%. 1990s 2000 ആയപ്പോൾ എന്ത് പറ്റി? ഇന്ത്യയും ചൈനയും കുറേ മുന്നോട്ട് വന്നു. ബൈ 2005
China's share of global FDI inflows had increased to 3.1%. ചൈനയുടെ ഷെയർ 3.1% ആയി. അപ്പോഴും ASEANൻ്റെ ഷെയർ 3.7% തന്നെ നിൽക്കുന്നതേ ഉള്ളായിരുന്നു. 2012 ആയപ്പോഴേക്കും ചൈനയുടെ ഷെയർ ദേ റീച്ച്ഡ് 8.9%, എക്സീഡിങ് ASEAN's 8%. അപ്പം ഇപ്പോൾ ഇന്ത്യയും നമുക്കറിയാം ബജറ്റിലും എല്ലാം തന്നെ FDI വിദേശ നിക്ഷേപം കൂട്ടാനുള്ള മാർഗ്ഗങ്ങളാണ് ഇന്ത്യ ഗവൺമെൻറ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം FDI ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോൾ ASEAN നേഷൻസ് ഒരുപാട് പുറകിലേക്ക് പോയി. അത് അവരുടെ ഒരു ലിമിറ്റേഷൻ ആണ്. സെക്കൻഡ് റിസ്ക് ഫേസിങ് ASEAN ദാറ്റ് ഇറ്റ് കുഡ് ഫാൾ ബിഹൈൻഡ് ഇൻ foreign direct investment among Asia's emerging market, especially China and India. 1970 and 1980, during that period, they had no problem because both the economies of India and China are somewhat remain closed. But after 2000, this is not the situation. They have to compete with India and China for getting more foreign direct investment, and now in 2012 China's share reached 8.9%, exceeding ASEAN's 8%. ഫൈനലി സോഷ്യോ കൾച്ചറൽ ഇഫക്റ്റ്, അതും അവരുടെ ASEANൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ASEAN societies have a lot of problems. They have severe social, economic and environmental threats. ASEAN സൊസൈറ്റീസിന് സോഷ്യലും എക്കണോമിക്കും എൻവയോൺമെൻറ്റൽ ത്രെറ്റ്സുകൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഒപ്പം രാജ്യത്തിനകത്ത് വേറെ ഇൻ്റർസ്റ്റേറ്റ് കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന് ക്ലൈമറ്റ് ചേഞ്ച് സൗത്ത് ഈസ്റ്റ് ASEAN നേഷൻസിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, പ്ലസ് ഇപ്പം FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഗ്രോത്തും ഒക്കെ എക്കണോമിക് പ്രോബ്ലമായിട്ട് വരും. സൊസൈറ്റിക്കകത്ത് സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാകില്ല. അത് അവരുടെ പ്രോബ്ലമാണ്. മറ്റൊരു പ്രോബ്ലം എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ആണ്. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്. ദേ സഫർ എ ലോട്ട് ഡ്യൂ ടു ദ ക്ലൈമറ്റ് ചേഞ്ച്. ദേ വിൽ ബി എമംഗ് ദ മോസ്റ്റ് വൾണറബിൾ ഇൻ ദ വേൾഡ് ടു ദ ഇഫക്റ്റ് ഓഫ് climate change. Extreme weather events are already taking their toll, with Typhoon Haiyan killing thousands and inflicting $225 million damage in Philippine agricultural sector alone. ഒരു കൊടുങ്കാറ്റ് വിതച്ച നാശനഷ്ടത്തിൻ്റെ കണക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എപ്പോഴും കൊടുങ്കാറ്റും പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് ധാരാളം വരുന്നുണ്ട്. നമുക്കറിയാം ഒരു കൊടുങ്കാറ്റ് അടിച്ചാൽ തന്നെ ധാരാളം നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നം ഇൻഫെക്ഷ്യസ് ഡിസീസ്, പലതരത്തിലുള്ള അസുഖങ്ങൾ വ്യാപിക്കുന്നുണ്ട്. ഹ്യൂമൻ ആൻഡ് ഡ്രഗ് ട്രാഫിക്കിംഗ് ഉണ്ട്. നർക്കോട്ടിക്സ്, ഡ്രഗ്സ്, ഇങ്ങനെ കള്ളക്കടത്ത്, ഓപ്പിയം, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളെല്ലാം അവർക്കുണ്ട്. പിന്നെ റൈസിങ് സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റി, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വം, ഇത്രയും പ്രശ്നങ്ങൾ ASEAN നേഷൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ ഡീമെറിറ്റാണ്. അതാണ് സോഷ്യോ കൾച്ചറൽ എഫക്റ്റ്. ദേ ഹാവ് എ ലോട്ട് ഓഫ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ത്രെറ്റ്സ് ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് കോൺഫ്ലിക്ട്സ് ആർ ഓൾസോ പ്രസൻറ്റ് among ASEAN nations. They suffer a lot due to the effect of climate change. Extreme weather events take a large toll in the life of people in ASEAN countries. അപ്പം അതൊക്കെയാണ് ASEANൻ്റെ ഡീമെറിറ്റായിട്ട് നമ്മൾ പറയുന്നത്. ജിയോ പൊളിറ്റിക്കൽ റിസ്ക്, കോമ്പറ്റീഷൻ ഫോർ FDI, സോഷ്യോ കൾച്ചറൽ ഇഫക്റ്റ്. ടോട്ടലി കുറച്ച് ഉള്ളൂ ASEAN എന്താണ്, ASEAN മെമ്പർ സ്റ്റേറ്റ്സിനെ ഓർക്കുക, ASEAൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പ്ലസ് ASEAൻ്റെ അച്ചീവ്മെൻറ്റ്സും ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസുമാണ്. അച്ചീവ്മെൻറ്റ്സ് പോളിസി ഓഫ് നോൺ ഇൻ്റർവെൻഷൻ, prosperity and poverty reduction, annual platform, benefit from geopolitical competition. Limitations, geopolitical risk, competition for FDI, socio-cultural effects. അതോടുകൂടി ASEAN എന്നുള്ള ആ പോർഷൻ കംപ്ലീറ്റ് ആയി.